തണ്ണിമത്തനുകൾക്കിടയിൽ ഒളിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ കടത്താൻ ശ്രമിച്ച ലോറി പോലീസ് പിടികൂടി. പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ചാണ് ചരക്ക് ലോറി പോലീസ് പിടികൂടിയത്. പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലായിരുന്നു ഈ ലോറിയിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. തമിഴ്നാട് ധർമ്മപുരിയിൽ നിന്നും തൃശൂരിലേക്ക് പോകുന്നതിന് ഇടയിലാണ് ഈ ലോറി പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ച ചിറ്റൂർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തടയുന്നത്. പിന്നീട് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലായിരുന്നു ഈ തണ്ണിമത്തനുകൾക്കിടയിൽ 100ഓളം പെട്ടികളിലായി സൂക്ഷിച്ചിരുന്ന ജലാറ്റിൻ സ്റ്റിക്കുകളും ഡിറ്റനേറ്ററുകളും പോലീസ് സംഘം കണ്ടെത്തിയത്. ഇപ്പോൾ പോലീസ് സംഘം ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. തൃശൂരിലെ ഒരു കരിങ്കൽ ക്വാറിയിലേക്കാണ് ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള വിവരം. ഏതായാലും പോലീസ് സംഘം ഈ മേഖലയിൽ തുടർ പരിശോധനകൾ നടത്തുന്നു. ലോറിയുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള പരിശോധനയും അന്വേഷണം നടത്തുമെന്നുള്ളതാണ് പോലീസ് സംഘം അറിയിച്ചിട്ടുള്ളത്. ധർമ്മപുരിയിൽ നിന്ന്, അതായത് തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ നിന്നും തൃശൂരിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ള, അനധികൃതമായി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ള സ്ഫോടക വസ്തുക്കളാണ് ഇപ്പോൾ പോലീസ് സംഘം കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ പാലക്കാട് വാളയാറിലും സമാന രീതിയിൽ ചരക്ക് വാഹനത്തിൽ കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ചിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് സംഘം പിടികൂടുകയും പിന്നീട് ആ സംഭവത്തിൽ കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മാസങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ച് ഇത്തരത്തിൽ 100ലധികം പെട്ടികളിൽ കടത്താൻ ശ്രമിച്ചിട്ടുള്ള ജലാറ്റിൻ സ്റ്റിക്കുകളും അതുപോലെ തന്നെ ഡിറ്റനേറ്ററുകളും പോലീസ് സംഘം പിടികൂടിയിട്ടുള്ളത്. ഡ്രൈവറെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ഉടൻ തന്നെ ഡ്രൈവറിൽ നിന്ന് ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം മറ്റുള്ള ആളുകളുടെ കസ്റ്റഡിയും അറസ്റ്റും ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സംഘം അറിയിച്ചിട്ടുള്ളത്.